എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കുന്ന പാർട്ട് 75 എത്തിയിരിക്കുന്നത്. 74ഓളം വീഡിയോസ് ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾ ഓരോന്നോരോന്ന് കാണുക, എന്നാൽ മാത്രമേ ഓർഡറായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു കാര്യമാണ് പഠിക്കുന്നത്. അതായത് ഇതുവരെയും പഠിക്കാത്തൊരു പുതിയ കാര്യമാണ് പഠിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് അത് പഠിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ വീഡിയോസും കണ്ട ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് സിറ്റുവേഷൻസ് ലൈഫിലുണ്ട്. ആ സിറ്റുവേഷൻസിന് ഈക്വലായിട്ട് ലാംഗ്വേജിൽ ഓരോ പ്രയോഗങ്ങളുണ്ടാവും. അത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഈ വീഡിയോസ് തുടർച്ചയായിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈക്വലായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കാനുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. അല്ലാതെ വേറെ കോംപ്ലിക്കേഷനൊന്നുമില്ല. അപ്പോൾ ഓരോ വീഡിയോസിൽ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ പാർട്ട് 75 75ാമത്തെ വീഡിയോയിൽ നിങ്ങളൊരു പുതിയ സംഭവമാണ് പഠിക്കുന്നത്. ഇന്നത്തെ വീഡിയോയും ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. ഇൻട്രസ്റ്റിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞ് കിടക്കണ പോലെയൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുവരെ പഠിക്കാത്തൊരു കാര്യമാണെന്ന് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇതുവരെ പഠിക്കാത്ത കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പഠിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതിന് ഈക്വലായിട്ട് നമ്മൾ ഇംഗ്ലീഷിലുള്ള ഡിഫറൻസ് കൊടുക്കേണ്ടി വരും. ഇത്രയോട് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറേ സംഭവങ്ങളൊക്കെ പഠിച്ചു അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഐ വിൽ കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വരും. ഹി വിൽ കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വരും. ഷി വിൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അവൾ പഠിക്കും. ദേ വിൽ ബി അറസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടും. അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അതായത് ഒരു പോയിൻ്റ് രണ്ട് സൈഡ് എന്നുള്ള പോലെ അവൻ വരും, അതുപോലെ അവർ അറസ്റ്റ് ചെയ്യപ്പെടും. അതൊക്കെ രണ്ട് രീതികളാണ്. അപ്പോൾ മലയാളത്തിൽ ആ ടോണിൽ ഡിഫറൻസ് ഉള്ള പോലെ ഇംഗ്ലീഷിലും അതിന് ഈക്വലായിട്ടുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പഠിച്ചു. വീഡിയോസ് എല്ലാം കാണേണ്ടത് ഒന്നും ചെയ്യാനില്ല. കാരണം വീഡിയോസ് എല്ലാം ഒറ്റ ഷോട്ടിൽ ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ ലക്ക് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പോയിട്ടത് ജസ്റ്റ് റെഫർ ചെയ്ത് വാച്ച് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ഒരു പുതിയ സംഭവം കാണിക്കാൻ പോകുന്നതാണ്. ആദ്യം നിങ്ങൾ ആ സെൻറ്റൻസ് ഒന്ന് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ച എന്തെങ്കിലും വീഡിയോ ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നമുക്ക് ഡിഫറൻസിലോട്ട് നോക്കാം. ഓക്കെ, ഞാൻ ആ സെൻറ്റൻസ് ആദ്യത്തെ ഒന്ന് കാണിക്കാം. സംഭവം ഇതാണ്: ഐ വിൽ ബി അറ്റൻഡിങ് എ മീറ്റിംഗ് ടുമാറോ 10 AM. ഇങ്ങനെ ഐ വിൽ ബി അറ്റൻഡിങ് മീറ്റിംഗ് ടുമാറോ 10 AM. സി, ഇവിടെ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു ഐ വിൽ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ പഠിക്കും. ഷി വിൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അവൾ പഠിക്കും അല്ലേ? ദേ വിൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അവർ പഠിക്കും. അതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചു അല്ലേ? അതിനുശേഷം ദേ വിൽ ബി അറസ്റ്റഡ്, ബുക്ക് വിൽ ബി പബ്ലിഷ്ഡ്, ആ ഒരു രീതിയിലൊക്കെ പഠിച്ചു. ചെയ്യപ്പെടും എന്നുള്ള രീതിയിലും നമ്മൾ വിൽ ബി എന്നുള്ള രീതിയിൽ പഠിച്ചു അല്ലേ? അവിടെ പക്ഷേ തേർഡ് ഫോമാണ് ഉപയോഗിക്കുന്നത്. അതായത് അടിസ്ഥാന വാക്കിൻ്റെ തേർഡ് ഫോം. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഐ വിൽ ബി അറ്റൻഡിങ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് വിൽ ബി പ്ലസ് ING എന്നുള്ളൊരു രീതിയിലാണ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? അങ്ങനെ ആദ്യം നമ്മൾ ഐ വിൽ സ്റ്റഡി എന്ന് പഠിച്ചു. ഐ വിൽ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കും. ബുക്ക് വിൽ ബി പബ്ലിഷ്ഡ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. അതിനകത്ത് ബുക്ക് പബ്ലിഷ് ചെയ്യപ്പെടും എന്ന് പഠിച്ചു. അവിടെ വിൽ ബി പ്ലസ് തേർഡ് ഫോമാണ്. അപ്പോൾ ആ ടോൺ കൊടുക്കുന്ന മീനിങ് എന്ന് പറയുന്നത് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? ഐ വിൽ ബി അറ്റൻഡിങ് എ മീറ്റിംഗ് ടുമാറോ 10 AM എന്നാണ്. അപ്പോൾ ഇതിനൊരു മീനിങ് ഉണ്ടാവുമല്ലോ മലയാളത്തിൽ അല്ലേ? അപ്പോൾ ആ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ലേ? വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ ഐ വിൽ സ്റ്റഡി എന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ അത് വിൽ ബി കിൽഡ്, അല്ലെങ്കിൽ വിൽ ബി പബ്ലിഷ്ഡ്, അല്ലെങ്കിൽ വിൽ ബി സ്റ്റഡിയിങ്, ആ രീതിയിലോട്ട് വരുമ്പോൾ കൺഫ്യൂഷൻ ആകാൻ തുടങ്ങും. കാരണം എന്താ? അതിൻ്റെ കൃത്യമായ റൂൾ നമുക്ക് പലർക്കും അറിയില്ല. എന്നാലും അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് ഐ വിൽ ബി അറ്റൻഡിങ് എ മീറ്റിംഗ് ടുമാറോ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഇവിടെ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഈ ഐ വിൽ ബി അറ്റൻഡിങ്, അതായത് ഐ വിൽ ബി പ്ലസ് ഫസ്റ്റ് ഫോമിലൂടെ ING വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഐ വിൽ ബി ഡൂയിങ് ദാറ്റ്, ഐ വിൽ ബി അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2-3 സെൻസിലുള്ള മീനിങ്ങാണ് വരുന്നത്. മനസ്സിലായോ? അങ്ങനെ അതായത് ഐ വിൽ ബി അറ്റൻഡിങ് എ മീറ്റിംഗ് ടുമാറോ 10 AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. എങ്ങനെ? ഞാൻ 10 മണിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മനസ്സിലായോ? അതായത് ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും എന്ന് പറയുന്നതും ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുന്ന തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? ആ മലയാളത്തിൽ തന്നെ ആ വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? ഇതൊരു ടോണാണ്, ഒരു മീനിങ് ആണ്. അതായത് ഈ പ്രയോഗത്തിൻ്റെ ഒരു സെൻസ് ഓഫ് മീനിങ് ആണ് എന്ത്? ഞാൻ ആ സമയത്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഐ വിൽ ബി അറ്റൻഡിങ് മീറ്റിംഗ് ടുമാറോ. ആരും ചോദിക്കുകയാണെങ്കിൽ ക്യാൻ ഐ മീറ്റ് യു ടുമാറോ? നോ, ടുമാറോ 10 AM ഐ വിൽ ബി അറ്റൻഡിങ് മീറ്റിംഗ്, സോ ക്യാൻ യു മേക്ക് ഇറ്റ് നെക്സ്റ്റ് ഡേ എന്നുള്ള രീതിയിലൊക്കെ കോൺവെർസേഷൻ പോകും. മനസ്സിലാവുന്നു? അവിടെ കൊണ്ടുപോയിട്ട് ഐ വിൽ അറ്റൻഡ് മീറ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും എന്നുള്ള സിമ്പിൾ മീനിങ് അവിടെ വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ മീനിങ് എന്താണ് കൊടുക്കേണ്ടത്? ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ടോൺ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ രീതിയിലാണ് പറയുന്നത്. എങ്ങനെ? വിൽ ബി പ്ലസ് ING, അതായത് ഒരു അടിസ്ഥാന വാക്കിൻ്റെ കൂടെ ING ചേർത്ത് കഴിഞ്ഞാൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ളൊരു മീനിങ് ആയിരിക്കും അത് വരുന്നത്. ക്ലിയർ ആയോ? ഇത്രയുള്ള കാര്യം. ഇതൊരു സെൻസ് ഓഫ് മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഷി വിൽ ബി കമ്മിങ് ടുമാറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നാളെ വരികയായിരിക്കും. ആ ഒരു മീനിങ്ങിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഇതങ്ങനെ വ്യാപകമായിട്ട് ഉപയോഗിക്കാറില്ല. ചില സിറ്റുവേഷൻസിലാണ് അതിന് പ്രസക്തി വരുന്നത്. അപ്പോൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അല്ലാതെ ഇതെപ്പോഴും ഉപയോഗിക്കാറില്ല. അതായത് നിങ്ങൾ കോൺവെർസേഷനിലൊക്കെ തന്നെയാണെങ്കിലും അപൂർവമായിട്ടാണ് ഇത് അങ്ങനെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ അതിൻ്റെ മീനിങ് ഇപ്പോൾ പറഞ്ഞ ഒരു മീനിങ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ വേറൊരു സെൻറ്റൻസ് നമ്മൾ നോക്കാം. ഐ വിൽ ബി കുക്കിംഗ് ഡിന്നർ
ഫോർ ഫാമിലി ടു നൈറ്റ്. ഞാൻ എൻ്റെ ഫാമിലിക്ക് ആ സമയത്ത് രാത്രി ഇന്ന് ഡിന്നർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആരെങ്കിലും ചോദിക്കണം നീ എന്താ പരിപാടി നോക്കിയാണോ, ഐ ഹാവ് സം പ്ലാൻ, ഐ വിൽ ബി കുക്കിംഗ് ഡിന്നർ ഫോർ മൈ ഫാമിലി ടു നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഫാമിലിക്ക് വേണ്ടി ഡിന്നർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ കുക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല, ഐ വിൽ കുക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ള രീതിയിൽ. മലയാളത്തിൽ ആ ഡിഫറൻസ് മനസ്സിലായില്ലേ? അതിൻ്റെ കറസ്പോണ്ടൻസ് ഇംഗ്ലീഷാണ്, അത്രേ ഉള്ളൂ. പക്ഷേ ആ പ്രയോഗം നിങ്ങൾ മനസ്സിലാക്കുക, വിൽ ബി പ്ലസ് ഐ എൻ ജി, അടിസ്ഥാന വാക്കിലൂടെ ഐ എൻ ജി ചേർത്തിട്ടാണ് ആ മീനിങ് അവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടി. നമുക്ക് വേറൊരു സെൻറ്റൻസ് നോക്കാം. At this time next week I will be traveling to Tokyo. അങ്ങനെ at this time next week I will be traveling to Tokyo. അടുത്ത ആഴ്ച ഈ സമയത്ത് ഞാൻ ടോക്കിയോയിലോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കണ്ടോ ആ മീനിങ് വരുന്നുണ്ടോ, ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ള സെൻസിൽ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വേറൊരു സംഭവം കൂടി നോക്കാം. യെസ് ഐ വിൽ ബി കമ്മിങ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണോ മീനിങ്? അതായത് ഓർത്ത് വെച്ചോ, ഐ വിൽ ബി കമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഞാൻ വരും എന്നുള്ളൊരു സിമ്പിൾ മീനിങ് കൂടി അതിനുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ടുമാറോ ഞാൻ ആ സമയത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ആ രീതിയിലാണ് നമ്മൾ വിൽ ബി പ്ലസ് ഐ എൻ ജി എന്ന് പറയുന്നത്. ഇനി ആരെങ്കിലും സിമ്പിളായിട്ട് പറയുന്നതാണ് യെസ് ഐ വിൽ ബി കമ്മിങ്, വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ടുമാറോ, യെസ് ഐ വിൽ ബി കമ്മിങ്. അതിൻ്റെ മീനിങ് എന്താ? സിമ്പിളായിട്ട് പറഞ്ഞാൽ യെസ് ഞാൻ വരും എന്നുള്ളൊരു മീനിങ്ങാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ മീനിങ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ ഓൾറെഡി പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ പ്രയോഗിച്ച് വരുമ്പോൾ ഇതറിയാതെ കോൺവെർസേഷനിലോട്ട് കയറി പോയിക്കോളും. അതേ ഈ കേസിൽ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ട് ഇത് എക്സാക്ട്ലി എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അതിനുവേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. സ്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഇത്ര ഞാൻ പറഞ്ഞപ്പോൾ കുറേ പോയിന്റുകൾ മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കി മനസ്സിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ച് സെറ്റൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നൈസായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ഉള്ള അവസരം കിട്ടും. മനസ്സിലായോ? അപ്പോൾ യെസ് ഐ വിൽ ബി കമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യെസ് അവൻ വരും എന്നുള്ള മീനിങ്ങിലാണ്. മനസ്സിലായി? അപ്പോൾ ആ രീതിയിൽ നമുക്കത് പറയാം. സിമ്പിളായത് ഐ വിൽ എവിടെയൊക്കെ നമ്മൾ വില്ല് ഉപയോഗിക്കുന്നോ ആ സെൻസിലും നമുക്ക് ഈ ഐ വിൽ ബി കമ്മിങ് അല്ലെങ്കിൽ വിൽ ബി പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കാം. അപ്പോൾ രണ്ട് സെൻസിലാണ് ഈ സംഭവം ഉപയോഗിക്കുന്നത്. ഒന്ന് ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ളതിലും, പിന്നീട് ജസ്റ്റ് വിൽ ഡു, വിൽ സ്റ്റഡി, ആ ഒരു യെസ് ഐ വിൽ ബി സ്റ്റഡി, ആ ഒരു സെൻസിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ വ്യാപകമായിട്ട് ഉപയോഗിക്കാറില്ല, ചില സിറ്റുവേഷൻസിലേക്കാണ് ഉപയോഗിക്കുന്നത്. ഇത്ര മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഇതിൻ്റെ ഒരു പ്രയോഗം എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കോഴ്സുകളിലൊക്കെ ഇത് എത്രത്തോളം എഫക്റ്റീവായിട്ട് പഠിക്കുന്നത് എനിക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. പക്ഷേ ഇത് നിങ്ങൾ ഈ രീതിയിൽ മനസ്സിലാക്കുക. ഈ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വിൽ സ്റ്റഡി എന്നൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ വില്ലിൻ്റെ കൂടി ഐ എൻ ജി എന്നുള്ളൊരു പ്രയോഗം വരുമ്പോൾ അതിനെന്താണ് മീനിങ് എന്നുള്ള രീതിയിലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറേ കലാപരിപാടികളുണ്ട് ഇംഗ്ലീഷിൽ. മെയിനായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, കുറേ സഹനടന്മാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആ സഹനടന്മാരുടെ കൂട്ടത്തിൽ പെടാം, ഇല്ലെങ്കിൽ അധികം പ്രാധാന്യമില്ലാത്ത കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ പെടാം നമുക്ക്. പക്ഷേ അവർക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ പഠിച്ചേ പറ്റും. ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഈ ഒരു സെൻസിലൊക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് പറയാം? ഹി മേ ബി കമ്മിങ് എന്ന് പറയാം, മസ്റ്റ് ബി കമ്മിങ്, ഷുഡ് ബി കമ്മിങ്, ആ രീതിയിൽ ഐ എൻ ജി നമുക്ക് ഉപയോഗിക്കാം. ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതായത് ഐ വിൽ ബി അറ്റൻഡിങ് മീറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു മോഡലിൽ നിങ്ങൾക്ക് ഹി മേ ബി കമ്മിങ്, യെസ് അവൻ വന്നേക്കാം, അവൻ വന്നുകൊണ്ടിരിക്കുകയായിരിക്കാം, അവൻ വന്നേക്കാം എന്നുള്ള അതായത് ഹി മേ സ്റ്റഡി എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? അവൻ വന്നേക്കാം അല്ലേ? യെസ് ഹി മേ ബി കമ്മിങ്, അതിൻ്റെ അർത്ഥം എന്താ? അതും വന്നേക്കാം എന്നുള്ള സെൻസിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മനസ്സിലായോ? പക്ഷേ കൂടുതലും നമ്മൾ ഫസ്റ്റത്തെ ഹി മേ കം എന്നുള്ളതായിരിക്കും. പക്ഷേ ഹി മേ ബി കമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഹി മേ കം എന്നുള്ള സെൻസ് കൂടി അവിടെ അപ്ലൈ ചെയ്ത് നോക്കണം. അങ്ങനത്തെ ഒരു സെൻസിലും അത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലായില്ലേ? നമ്മൾ വില്ല്, കുഡ്, ക്യാൻ അതെല്ലാം പഠിച്ചു ആ മോഡലിൽ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ബി ചേർത്തിട്ട് ഐ എൻ ജിയിൽ ഉപയോഗിക്കാം. അതായത് കുഡ് ബി ഡൂയിങ്, വിൽ ബി അറ്റൻഡിങ്, ഷുഡ് ബി ഡൂയിങ്, മസ്റ്റ് ബി ഡൂയിങ്, ആ രീതിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലാണല്ലോ? അപ്പോൾ ഇത്ര ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഞാൻ ഇതിൽ കൂടുതൽ എഴുതുന്നില്ല, കാരണം അത് അത്രക്ക് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺവെർസേഷനിലൊക്കെ വരാറില്ല, വല്ലപ്പോഴും വരത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കാറ്റഗറി ഓഫ് മീനിങ് കൂടി ഈ ഐറ്റംസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ഇതും കൂടി ഉണ്ട് അവിടെ എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും. പിന്നീട് നമുക്കത് ഇതിനെപ്പറ്റി കൂടുതൽ പിന്നീട് വേറൊരു സെഷനിൽ വീണ്ടും പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും കേട്ടോ. ഞാനിപ്പോൾ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സംഭവം കൂടെ ടച്ച് ചെയ്ത് പോയതാണ്. വില്ലിൻ്റെ കൂടെ ആയാലും, കുഡിൻ്റെ കൂടെ ആയാലും, ഷുഡിൻ്റെ കൂടെ ആയാലും, മസ്റ്റിൻ്റെ കൂടെ ആയാലും, മൈറ്റിൻ്റെ കൂടെ ആയാലും ഒരു ഐ എൻ ജി എന്നുള്ള രീതിയിലും കൂടിയുള്ളൊരു പ്രയോഗം അവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഐ വിൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുമെന്നുള്ള പോലെയാണെങ്കിൽ ഐ വിൽ ബി സ്റ്റഡി എന്നുള്ളതിനും പഠിക്കുമെന്നുള്ളൊരു മീനിങ് ഉണ്ട്. അതോടൊപ്പം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ടുമാറോ അത് 10 o'clock ഐ വിൽ ബി സ്റ്റഡിങ് എന്നുള്ള രീതിയിലും നമുക്ക് ഉപയോഗിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾക്കിപ്പോൾ കുറച്ച് ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ ഇതുകൊണ്ടൊന്നും ഇവിടെ നിർത്തുന്നില്ല. ഇനിയുള്ള 75 വീഡിയോസല്ലേ ആയിട്ടുള്ളൂ.
ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നഴ്സറി മുതൽ ഡിഗ്രി കഴിഞ്ഞ് ജോലിയിലും കയറിയിട്ട് വർഷങ്ങളോളം പഠിച്ചിട്ടും സംഭവം വഴങ്ങാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലേ? എത്ര കിണഞ്ഞ് ശ്രമിച്ചിട്ടും ഇതാവുന്നില്ല. അങ്ങനത്തെ ഒരു സിനാരിയോയിൽ നമ്മളിപ്പോൾ 10 മിനിറ്റ് വീതം നമ്മൾ 75 വീഡിയോസ് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇനിയും ഒരു 100, 200, 300 വീഡിയോസ് 10 മിനിറ്റിൽ വന്നാലും നിങ്ങൾക്ക് നഷ്ടമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് അപ്പോൾ ഒരു ഉറപ്പുണ്ട്, ഇനി ആ 10 മിനിറ്റിൻ്റെ വീഡിയോ എന്തോരം വരുന്നു അത്രത്തോളം ക്ലാരിറ്റി എനിക്ക് ഇംഗ്ലീഷിൽ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു സേർട്ടനിറ്റി അവിടെ കിട്ടത്തില്ല. ഇപ്പോൾ വർഷങ്ങളോളം ഒരു ലക്ഷ്യമില്ലാതെ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ പഠിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി, പക്ഷേ പ്രോപ്പറായിട്ട് ആ സംഭവം പറഞ്ഞു തരാനോ അല്ലെങ്കിൽ കിട്ടാത്തതുകൊണ്ട് മാത്രം ഇതിനെപ്പറ്റിയൊന്നും അറിയാത്ത എന്തൊരാളുകളാണുള്ളത്, മനസ്സിലാവണ്ട. അപ്പോൾ അതിൻ്റെ ആ ഒരു പോസിബിലിറ്റി മനസ്സിലാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോസ് കാണുമ്പോഴും നിങ്ങൾക്ക് ഇതിലോട്ടുള്ള എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഇത്രയും വീഡിയോസ് കണ്ടവർക്ക് എങ്ങനെ വന്നാലും കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അത് 100% ഷുവറായിട്ടുള്ള കാര്യമാണ്, കാരണം അത്ര സിമ്പിളായിട്ടാണ് നമ്മളത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡിസർവിങ് ആയിട്ടുള്ള, അതായത് നിങ്ങൾ അർഹിക്കുന്നു എന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടും, അത് ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എനിക്ക് അത്ര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. കാരണം നമ്മൾ ലാംഗ്വേജ് പഠിച്ചിട്ട് വേണം നോളജ് ആക്സസ് ചെയ്യാനായിട്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റിയാലിറ്റിയാണത്. നിങ്ങൾ നോളജ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? ഭാഷയിലൂടെ അല്ലേ? പിന്നെ കുറേ പേർക്ക് ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷനിലൂടെയൊക്കെ നോളജ് കിട്ടും. അത് അപൂർവം ആളുകൾക്ക് കിട്ടത്തുള്ളൂ. അല്ലാത്ത ആളുകൾക്കൊക്കെ റീഡിങ്ങും TV വാച്ചിങ്ങിലൂടെയൊക്കെ കിട്ടത്തുള്ളൂ. അത് കിട്ടണമെങ്കിൽ ലാംഗ്വേജ് വേണം. അപ്പോൾ ലാംഗ്വേജിൽ എത്രത്തോളം ഷാർപ്നെസ് ഉണ്ടോ, എത്രത്തോളം ഷാർപ്പാണോ അത്രത്തോളം ക്ലാരിറ്റിയിലായിരിക്കും നമുക്ക് നോളജ് നമ്മുടെ മൈൻഡിലോട്ട് എത്തുന്നത്. നോളജ് ഇൻക്രീസ് ചെയ്യുന്നതോറും ആളുകൾ എന്ത് സമയം സെൻസിബിൾ ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇന്ന് കുറച്ച് നോളജ് അക്വയർ ചെയ്ത് നാളെ അക്വയർ ചെയ്തു. അപ്പോൾ ഇന്നത്തെ നോളജ് വെച്ചിട്ടാണ് നിങ്ങൾ ഇന്ന് സംസാരിക്കുന്നത്. നാളെ നിങ്ങൾക്ക് കുറച്ചും കൂടി അധികം നോളജ് കിട്ടുമ്പോൾ നിങ്ങൾ അത് വെച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ നോളജ് അക്വയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫൈൻ ട്യൂൺഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈൻ ട്യൂൺഡ് ആയിക്കൊണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? നോളജ് വേണം. നോളജിന് വേണ്ടി എന്ത് വേണം? നമുക്ക് ലാംഗ്വേജ് വേണം. ലാംഗ്വേജ് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലാരിറ്റി വരുത്തിക്കൊണ്ടിരിക്കണം. ഞാൻ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നല്ല ഇൻഫർമേഷനൊക്കെ നോളജ് കിടക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്, മറ്റേതില്ലെന്നല്ല കിടക്കുന്നത്. അപ്പോൾ അത് ആക്സസ് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു നോളജ് വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ആസ് ഓഫ് നൗ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഇനി ഞാനിതുപോലെ നോളജ് അക്വയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാളെ മാറുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആസ് ഓഫ് നൗ അത് തന്നെയാണ്. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.